നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കുട്ടികൾ കേൾക്കുന്നില്ലെങ്കിൽ അതൊരു ഡിസിപ്ലിൻ പ്രോബ്ലം അല്ല, അതൊരു കണക്ഷൻ പ്രോബ്ലമാണ്. വലിയ മൊമെൻറ്റ്സിലൊന്നുമല്ല പേരൻറ്റിങ് സംഭവിക്കുന്നത്. മോർണിംഗ് റഷിൽ, ഹോംവർക്ക് ടൈമിൽ, ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത്, ബെഡ് ടൈമിൽ. നിങ്ങൾ പറയുന്നത് കുട്ടി കേൾക്കാതെ വരുന്ന സമയത്ത് അവരുടെ അടുത്ത് ഷൗട്ട് ചെയ്യാതെ അടുത്ത് പോയിട്ട് ക്ലോസ് ആയിട്ട് നിന്നിട്ട് ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് ക്ലിയർ ആയിട്ട് പറയുക, ഷൂസ് എടുത്തിട്ട് ഇപ്പം നമ്മൾ 2 മിനിറ്റിൽ ഇറങ്ങും. അങ്ങനെ പറയുന്ന സമയത്ത് ക്ലാരിറ്റി കുട്ടിക്ക് കിട്ടും. കുട്ടികളെപ്പോഴും നോയ്സിനെ ഇഗ്നോർ ചെയ്യും, ക്ലാരിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യും. കുട്ടികൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് മടി കാണിക്കുന്നത് ഭയം കൊണ്ടാവാം, ഇൻട്രസ്റ്റ് ഇല്ലായ്മ കൊണ്ടാവണമെന്നില്ല. ആ ഒരു സമയത്ത് ആ ഒരു വലിയ ടാസ്കിനെ നിങ്ങൾ സ്മോൾ പാർട്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് കൂടെ ഇരിക്കുക. അല്ലാതെ അവരെ ജഡ്ജ് ചെയ്യരുത്. അതുപോലെ തന്നെ അവരുടെ എഫോർട്ടിനെ പ്രൈസ് ചെയ്യണം, മാർക്കിനെ അല്ല. അതുപോലെ തന്നെ 2 ക്വസ്റ്റ്യൻസ് ചെയ്യാം, അതിനുശേഷം നമുക്കൊരു ബ്രേക്ക് എടുക്കാം, ഇങ്ങനെയൊക്കെ പറയുകയും വേണം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പേരൻസ് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം നമ്മളിപ്പോൾ പറയാം ഷൗട്ട് ചെയ്തു, ഹ്യൂമൻസ് ആണ്, അങ്ങനെ സംഭവിക്കാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആ ചെയ്ത് തെറ്റായിപ്പോയി, സോറി എന്നവരുടെ മുമ്പിൽ വെച്ച് പറയണം. ഇത് ഏത് ലെക്ചർ ടീച്ച് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ അക്കൗണ്ടബിലിറ്റി അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ചിൽഡ്രൻസ് എപ്പോഴും നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് കേൾക്കുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങളുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യും. നിങ്ങൾക്കൊരു കാം ചൈൽഡിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആങ്കർ കൺട്രോൾ ചെയ്യണം. നിങ്ങൾക്കൊരു റെസ്പെക്റ്റ്ഫുൾ ചൈൽഡിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കണം. ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ചൈൽഡിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് ട്രൂത്ത്ഫുൾ ആയിരിക്കണം. ചിൽഡ്രൻസിൻ്റെ അടുത്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്, അല്ലാതെ കമാൻഡിങ് അല്ല. ആക്റ്റീവായിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ലിസൺ ചെയ്യുക. അതുപോലെ തന്നെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അവർക്ക് കൊടുക്കുക. ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും കുട്ടികളെ റേസ് ചെയ്യുന്നത് ഒബേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ ഇന്നത്തെ ടോണാണ് അവരുടെ നാളത്തെ ഇന്നർ വോയിസ് ആയിട്ട് മാറുന്നത്.